ആപ്കി അദാലത്തിൽ ബീന രമാണിയുടെ മേലുള്ള കുറ്റാരോപണം. ഇവർ സാക്ഷി പറയുമ്പോൾ പേടിച്ചു എന്നുള്ളതാണ്. ബീന മാം, താങ്കൾ പറഞ്ഞു വളരെ പവർഫുൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്ന്. ധാരാളം പേർ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾ കോടതിയിൽ പോയി സാക്ഷി പറയുന്ന സമയത്ത്, അതായത് താങ്കളായിരുന്നു അതിലെ ഒരു പ്രധാനപ്പെട്ട സാക്ഷി, പക്ഷേ താങ്കൾ അവിടെ വെച്ച് പേടിച്ച് പറയാൻ വന്ന യഥാർത്ഥ സത്യങ്ങൾ പറയാതെ പോയെന്നാണ് പറയുന്നത്. അതായത് നോക്കിക്കഴിഞ്ഞാൽ ഈ 7 വർഷത്തില് എന്റെ ജീവിതത്തിൽ ഏറ്റവും കഷ്ടപ്പെട്ട സമയം അത് ഈ കോടതിയാണെന്നേ പറയൂ. അതായത് 2.5 വർഷം മുമ്പ് തൊട്ടേ ഒരു ദുസ്വപ്നം പോലെ എന്റെ മനസ്സിൽ സെറ്റായിക്കൊണ്ടിരിക്കുക. ആ സമയം പ്രസ്സും ഞങ്ങൾക്കെതിരായിരുന്നു. ഈ പ്രഷറിൽ ഞങ്ങളുടെ ബിസിനസ് എല്ലാം തകർന്നടി. വളരെ കഷ്ടപ്പെട്ട സമയമായിരുന്നു. അപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരേ ഒരു കാര്യമായിരുന്നു, ഒരു ദിവസം വരുമ്പോൾ എനിക്ക് ആ കോർട്ടിൽ ചെന്നെന്ന് പറയണം, എല്ലാരും നടന്ന സത്യങ്ങൾ അറിയണം. അത് മനസ്സ് വിചാരിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോവാൻ ആഗ്രഹിക്കുന്നത്. ഭീഷണിപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. ഭീഷണിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടൊരിക്കലും പോകാൻ പറ്റില്ല. അത് കേട്ട് കേട്ട് ശീലമായി. അതായത് ആ മൊമെന്റിൽ ഞങ്ങൾക്ക് ഇതുപോലുള്ള കോടതിയല്ല അവിടെയുള്ളത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ മുമ്പിൽ തന്നെ ജഡ്ജി ഉണ്ടാവും. ഞാനാണെങ്കിൽ ഈ സൈഡിൽ, അവിടെ ആണെങ്കിൽ ഡിഫൻസിന്റെ കൂടെ 14 ലോയേഴ്സ് ഉണ്ടാവും, രാജ്യത്തെ വലിയ ലോയേഴ്സ്. ആ സൈഡിൽ ഒരു 9-10 അക്യൂസ്ഡ് കാണും. പിന്നെ ഈ സൈഡിൽ ഒരു 30ഓളം പ്രസ്സുകാര് ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. പിന്നെ ഞാൻ ഈ ഭാഗത്ത് തനിയെ നിൽക്കും, എന്റെ കൂടെ ലോയറും ഉണ്ടാവും, അതായത് ഞങ്ങളുടെ ലോയർ. ആ സമയത്ത് ആ കാര്യങ്ങളൊക്കെ ഓർത്താ ശ്വാസം വിടാൻ പോലും പറ്റില്ലായിരുന്നു. എന്താന്ന് വെച്ചാ വളരെയധികം ഡിഫിക്കൽട്ടായിരുന്നു. ഞാൻ താഴെ വീഴുമെന്ന് പോലും പേടിച്ചുപോയി. അവരെനിക്ക് എത്ര ബോട്ടിൽ വെള്ളം തന്നെന്ന് പോലും ഞാൻ മറന്നുപോയി. ആ പേടിയിലും അന്ന് ഞാൻ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. അപ്പൊ ജഡ്ജി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ആൾ അവിടെയുണ്ടെന്ന്. അപ്പൊ എനിക്ക് അയാളെ അറിയില്ലായിരുന്നു. വീണ്ടും എന്നോട് ജഡ്ജി പറഞ്ഞു, പുറകെ നിൽക്കുന്നുണ്ട്, മുമ്പോട്ട് വരാൻ പറഞ്ഞു. പുറത്തു വന്നപ്പോ ഞാൻ പറഞ്ഞു ഇയാളായിരിക്കുമെന്ന്. അന്ന് അയാളുടെ മുഖമെല്ലാം ഒരുമാതിരി ചേഞ്ച് ചെയ്തിരുന്നു. ഞാനപ്പോ അവിടേക്ക് ചെന്ന് വളരെ പേടിയോടുകൂടി അയാളുടെ ഷോൾഡറിൽ കൈവച്ചു. ഞാൻ പറഞ്ഞു ഇയാളാണെന്ന് വിചാരിക്കുന്നെന്ന്. ഞാൻ വളരെ പേടിച്ചാ പറഞ്ഞത്. ഞാൻ പോയി എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇതല്ലാതെ വേറെ എന്തു പറയാൻ പറ്റും? ഞാൻ ശരിക്കും പേടിച്ചുപോയി. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഞാൻ അത്രയും ദൂരം പോയി ആ പയ്യന്റെ ചുമലിലാ കൈവച്ചത്. വേറെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരെന്തിനെ എനിക്കെതിരെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവത്തെ. അതായത് എനിക്കുള്ളിലൊരു പേടിയുണ്ടായിരുന്നു. ആ പേടിയുള്ളപ്പോഴും ധൈര്യത്തോടെ ഞാൻ പോയി പറഞ്ഞത്. ഞാൻ പോയി ആളെ കാണിച്ചാ പറഞ്ഞത്. അവിടെ പോയി ഉറക്കെ ഇവരെന്ന് പറയാതെ കാണാൻ ഇവനെപ്പോലെ ഉണ്ടായിരുന്നെന്നാ പറഞ്ഞത്. ഞാൻ അയാളെ തൊട്ട് കാണിച്ചത്. ആ കാര്യങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യാതെ അതൊരു വലിയ വിവാദമാക്കി. അതായത് താങ്കളുടെ മേലുള്ള കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ കോടതിയിൽ നമ്മൾ പോയി സ്ട്രോങ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ താങ്കൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതൊരു 5 വർഷത്തിന് മുമ്പ് നടന്നതാ. 5 വർഷമായിട്ട് ഞാൻ പറയുന്ന കാര്യം ഇതാണ്. എനിക്കൊരു ചാൻസ് തരണമെന്നും ഈ മനുഷ്യർമ്മ തന്നെയാണ് അത് ചെയ്തതെന്നും ഇയാളാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. അയാളാണ് അക്യൂസ്ഡ് എന്നും എനിക്കതില് ഒരു ഡൗട്ടും ഇല്ലെന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ എനിക്കക്കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ലായിരുന്നു. അതായത് വീണ്ടും ഇക്കാര്യം തന്നെ പറയുന്നത്. ഈ സ്ഥലത്ത് താങ്കൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയുന്നു, ഈ കാര്യം തന്നെ താങ്കൾക്ക് വീണ്ടും കോടതിയിൽ പോയി പറയാൻ സാധിക്കും? എനിക്ക് തീർച്ചയായും അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയാൽ ഞാനും എന്റെ ഫാമിലിയിലെ 3 പേരും ചേർന്ന് ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് തന്നെ ഇങ്ങനെ ഒരു ദിവസം വരണമെന്നാണ്. ഞാൻ വീണ്ടും പോയി ഐഡന്റിഫൈ ചെയ്തിട്ട് ജെസിക ലാൽ കേസിൽ നീതി ലഭിക്കണമെന്ന് അവൾക്ക് ജസ്റ്റിസ് വാങ്ങിക്കൊടുക്കും. എന്നാലേ എനിക്ക് സന്തോഷമാവും. കുറച്ചു നാളിന് മുമ്പ് ജെസിക ലാലിന്റെ ചേച്ചിയായ സബീന ലാൽ ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു. അതിൽ അവരോട് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാ, ബീന, മാലിനി, താങ്കളുടെ ഹസ്ബൻഡ് ജോർജസ്, നിങ്ങളുടെ എവിഡൻസ് കൃത്യമായതല്ലായിരുന്നു എന്ന്. അവർ പറയുന്നത് ബീനയുടെ സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്ന്. അവർ പോലീസിന് നൽകിയ സ്റ്റേറ്റ്മെന്റ് വളരെ സ്ട്രോങ് ആയിരുന്നു എന്നും. പക്ഷേ കോടതിയിൽ അവർക്ക് നേരിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ല. അവനെപ്പോലെ ഒരു രൂപമെന്ന് മാത്രമാണ് പറഞ്ഞത്. മാലിനിയുടെയും ബീനയുടെയും 2 സ്റ്റേറ്റ്മെന്റ് കൂടി ചേർന്നാലും ഈ കേസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ബീനയാണ് ഇപ്പോഴും പ്രധാനപ്പെട്ട സാക്ഷി. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയാണ്, മുമ്പത്തേക്കാൾ സ്ട്രോങ് ആണ്. അങ്ങനെ ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ അവിടെ പോയി നിന്നിട്ട് അതേ ഇവനാണെന്ന് എനിക്ക് പറയാൻ കഴിയും. ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയതാണ് ഞാൻ ചെയ്തത്. ആ സമയത്ത് എനിക്ക് എത്രത്തോളം ധൈര്യമുണ്ട് അതാണ് ഞാൻ കാണിച്ചത്. ഞാൻ അനുഭവിച്ച അത്രയും കഷ്ടപ്പാട് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോന്ന് പോലും എനിക്കറിയില്ല. എന്റെ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട ദിവസങ്ങളായിരുന്നു. ഞാനതൊരിക്കലും മറക്കില്ല. ഇപ്പോ കേസ് വീണ്ടും ഓപ്പൺ ആവാൻ പോവുകയാണ്. വീണ്ടും താങ്കളെ സാക്ഷി പറയാൻ വേണ്ടി വിളിപ്പിക്കും. ഇപ്പോൾ താങ്കൾക്ക് ധൈര്യമായിട്ട് പോയി പറയാൻ സാധിക്കുമോ? 100% യെസ്. ഇപ്പൊ എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു.
സബീന ലാൽ താങ്കളുടെ മേൽ മറ്റൊരു കുറ്റം കൂടി ആരോപിക്കുന്നുണ്ട്. ആ ഇന്റർവ്യൂവിൽ അവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ, താങ്കളുടെ ഫാമിലിയിലുള്ള ഒരു ക്ലോസ് റിലേഷൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ബീന രമണി താങ്കൾ ഈ കേസിൽ നിന്ന് പിന്മാറണം, അതാണ് താങ്കൾക്ക് നല്ലതെന്ന്. വലിയ വലിയ വ്യക്തികൾ ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് താങ്കൾ ഇതിൽ നിന്ന് മാറുന്നതാണ് താങ്കൾക്ക് നല്ലതെന്നും പറഞ്ഞെന്ന്. ഇതിലുള്ളത് മുഴുവനും കള്ളമാണ്. സബീനയെ പറ്റി അങ്ങനെ പറയുന്നതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഈ ചോദ്യങ്ങൾ ചോദിച്ചതിന് നന്ദി. സബീന എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഇത് വളരെ ഡേഞ്ചറസ് ആയ കാര്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ ആരുടെ ഡീൽ ചെയ്യുന്നതെന്ന് അറിയില്ല. ഈ കേസ് നമ്മൾ തുടരുകയാണെങ്കിൽ നമുക്കൊന്നും തന്നെ ലഭിക്കാൻ പോകുന്നില്ല. ഇല്ല, അവര് തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നാ വിചാരിക്കുന്നത്. പക്ഷേ അവര് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞിരിക്കാം. ഞാൻ ആ കാര്യം വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നു. അതായത് ഇപ്പം നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് നോക്കിയാൽ ഒരാളെ ഷൂട്ട് ചെയ്തിട്ട് വളരെ ധൈര്യത്തോടുകൂടി നിൽക്കുന്നു. ഒരു കുറ്റബോധവും ഇല്ലാതെ വളരെയധികം ധൈര്യത്തോടെ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ ഡേഞ്ചർ അല്ലേ? അതുകൊണ്ട് ഞാൻ തീർച്ചയായും പറഞ്ഞിട്ടുണ്ടാകും അയാള് ഡേഞ്ചർ ആണെന്ന്. അതുകൊണ്ട് നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. പറയുന്നു അവർ വളരെ പവർഫുൾ ആണ്, വളരെ ഡേഞ്ചർ ആയ വ്യക്തികളാണെന്ന്. അതൊക്കെ ഇരിക്കട്ടെ, പക്ഷെ താങ്കൾ എന്തുകൊണ്ട് പറഞ്ഞില്ല ഈ കേസ് 2 ദിവസം കഴിഞ്ഞു വെച്ചാൽ മതിയെന്ന്? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഇത് തീർച്ചയായിട്ടും അവര് തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ അന്ന് പറഞ്ഞത്, അന്ന് രാത്രി ഞാൻ മനു ശർമ്മയുടെ മുഖം കണ്ടപ്പോ, അവന്റെ പേര് പോലും എനിക്കറിയില്ലായിരുന്നു. എനിക്കപ്പോ എന്താ തോന്നിയെന്ന് വെച്ചാ, ഒരു മിനിറ്റിന് മുമ്പ് ഒരാളെ ഷൂട്ട് ചെയ്തിട്ട് നിൽക്കുമ്പോ അവന്റെ മുഖത്ത് ഒരു തരത്തിലുള്ള പേടിയില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ അവനെ പേടിപ്പിക്കാൻ കുറെ ട്രൈ ചെയ്തു. പക്ഷേ അവനെ കണ്ടുകഴിഞ്ഞാ അവന്റെ മുഖത്ത് ഒരു പേടിയുമില്ലായിരുന്നു. അത് കണ്ടപ്പോ എനിക്കാ പേടി തോന്നിയത്. അവനെ ഞാൻ പേടിപ്പിക്കാൻ നോക്കിയപ്പോൾ ആ സമയത്ത് അവൻ എന്നെ ഷൂട്ട് ചെയ്യുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഞങ്ങൾ ജെസ്സിക്കയെ കാറിലെടുത്തോണ്ട് പോകാൻ നോക്കിയപ്പോ ആ 10-15 മിനിറ്റിൽ എന്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരുന്നത്, ഇവൻ എന്തൊരു മനുഷ്യന്, ആരുടെ മോനായിരിക്കും? ഇവന്റെ പേരൻസ് ഇവനെ എങ്ങനെ വളർത്തിയതായിരിക്കും? ഒരുപക്ഷേ അവനൊരു വലിയ പണക്കാരനായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റീഷ്യന്റെ മോനായിരിക്കാം. താങ്കൾക്ക് ഇതിനു മുൻപ് അയാൾ ആരാണെന്ന് അറിയില്ല? ഇല്ല, ഞാൻ ഒരിക്കലും കണ്ടിട്ടേയില്ല. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ ജെസ്സിക്കയെ ICUലോട്ട് കൊണ്ടുപോയപ്പോ 10 മിനിറ്റിനുള്ളിൽ ആ റെസ്റ്റോറന്റിലുള്ളവരെല്ലാം വരാൻ തുടങ്ങി. അവിടെയുള്ള ഗസ്റ്റുകള്, പിന്നെ ജെസ്സിക്കയുടെ ഫ്രണ്ട്സ്, അവരെല്ലാം അവിടെ വന്ന് കരയാൻ തുടങ്ങി. ഞാനപ്പോ അവരെ എല്ലാരെയും ഒന്നിച്ചു നിർത്തിയിട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് മെഡിറ്റേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ജെസ്സിക്കയുടെ ജീവൻ ഒരു ആപത്തും വരാതിരിക്കാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവന്റെ മുഖം കണ്ടിരുന്നു. എന്റെ പേടിയെല്ലാം അവൻ ഏതോ വലിയ പണക്കാരന്റെ വീട്ടിലെ മോനാണെന്നും ഏതോ പൊളിറ്റീഷ്യന്റെ മോനാണെന്നോ വിചാരിച്ചു. അവരെല്ലാം നമ്മളോട് പകരം ചോദിക്കുക, ആ സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും നമ്മൾ പേടിക്കാൻ പാടില്ലെന്നും നമ്മൾ ഇതിനെതിരെ എതിർക്കണമെന്നും ഇതത്ര ഈസി അല്ലെന്നും പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്. അവിടെ വരുന്നവരെല്ലാം കരയാൻ തുടങ്ങി. അവിടെ വന്നവരോടെല്ലാം പറഞ്ഞ കാര്യം ഇതാണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിനെതിരെ പോരാടണമെന്ന്. അവര് വലിയ പവർഫുള്ളായിട്ടുള്ള ആളാണെങ്കിൽ ഒന്നിച്ച് നിന്ന് പോരാടണമെന്നും പറഞ്ഞു. ഞാൻ ഇത് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ വാർത്തകൾ വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. അതായത് എന്റെ ക്യാരക്ടർ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെയൊന്നും അല്ല. ഞാൻ വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇനി ഇതുപോലൊരു സംഭവം നടന്നാലും ഞാൻ ഇതുപോലെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും, ഒരിക്കലും പേടിക്കില്ല. ബീന രമണി മാഡം സത്യം പറഞ്ഞ ദയ കാണിച്ചതാണ്. ജെസ്സിക്ക ലാലിന് സംഭവിച്ചത് വളരെ വലിയ അനീതി തന്നെയാണ്. അത് തന്നെയാണ് ഇവരും പറഞ്ഞത്. ഇതിനുശേഷം ഈ കേസിന്റെ കാര്യത്തിൽ അത് എങ്ങനെയാണെങ്കിലും ഞാൻ കോപ്പറേറ്റ് ചെയ്യും, കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് നിങ്ങളിൽ വലിയ വിശ്വാസം തന്നെയുണ്ട്. പക്ഷേ മുന്നേ നിങ്ങൾ പറ്റിച്ചു കളഞ്ഞു. ഇനി അങ്ങോട്ട് നിങ്ങൾ ധൈര്യമായിട്ട് എന്തെങ്കിലും ചെയ്യുമോ? ഇതിനു മുമ്പ് ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ ഒരിക്കലും ആരെയും പറ്റിച്ചിട്ടില്ല, ഇനി ഒരിക്കലും ചെയ്യില്ല. ആ സമയത്ത് ഞാൻ വളരെയധികം വീക്കായിരുന്നു. അതൊരിക്കലും ഒരു പറ്റിക്കലല്ല. അല്ല, നിങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങൾ ഭയന്നു പോയി എന്ന്. പക്ഷേ നടന്ന സത്യത്തെ നിങ്ങൾ സമ്മതിക്കുന്നു. മുമ്പ് മറുപടി കൊടുത്തിരുന്നു. എനിക്ക് ഇതുപോലൊരു ചാൻസ് ഇന്നോ നാളെയോ അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞു തന്നാലും ഞാൻ അയാളെ കാണിച്ചു കൊടുത്ത് സത്യം വിളിച്ചു പറയും. വെരി ഗുഡ് മാഡം. അതെ, ഞാൻ ഒരിക്കലും പേടിക്കില്ല. ഞാൻ സത്യം തന്നെ പറയും. പബ്ലിക്കിന്റെ പ്രഷർ കാരണം, ജനങ്ങളുടെ പ്രക്ഷോഭം കാരണം ഈ കേസ് ഇപ്പോൾ റീഓപ്പൺ ആയിരിക്കുകയാണ്. താങ്കൾക്ക് വീണ്ടും കോടതിയിൽ പോകാനുള്ള ഒരു സന്ദർഭം ലഭിച്ചാൽ ജനങ്ങൾക്ക് താങ്കളെ ഈ പ്രാവശ്യം വിശ്വസിക്കാമോ? താങ്കൾ ധൈര്യമായിട്ട് അവിടെ ചെന്ന് കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിക്കുന്ന രീതിയിൽ സാക്ഷി പറയുമോ? ഞാൻ വളരെയധികം ധൈര്യത്തോടെ പോയി നിൽക്കും. എനിക്കിപ്പം വളരെയധികം മനോധൈര്യം കിട്ടിക്കഴിഞ്ഞു. ഞാൻ ഇതിൽ ഒരു മുഖ്യ സാക്ഷിയായിട്ടിരുന്നിട്ട് നീതി കിട്ടാൻ വേണ്ടി സഹായിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ആ ദൈവത്തിനോട് നന്ദി പറയും. ഞാൻ മനോധൈര്യത്തോടെ പോയി നിൽക്കും. അങ്ങനെ ഒരു ചാൻസിന് വേണ്ടി കാത്തിരിക്കുക.